ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമല എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട്, മാഷെ ആതിര ഇപ്പോൾ വിളിച്ചിരുന്നു. മാഷ് പറയുന്നു അതിനെന്താ അവൾ എന്നും വിളിക്കുന്നതല്ലേ എന്ന്. കമല പറയുന്നു ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് അവൾ വിളിക്കുന്നത് അവളുടെ ഒരു സംശയം തീർക്കാനാണ്. സംശയമോ? എന്ത് സംശയം എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് മാഷ്. മോളെ ആവണി, മോള് അകത്ത് പോയിരുന്ന് പഠിക്കേ എന്ന് പറഞ്ഞ് ആവണിയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് കമല. അനൂപും മീരയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. കമല പറയുന്നു പ്രസവിക്കാത്ത സ്ത്രീകൾ കുഞ്ഞിനെ എടുത്താലേ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമോ എന്നാണ് അവളുടെ വല്ലാത്തൊരു സംശയം. പണ്ട് അങ്ങനെ പറയുമായിരുന്നോ? ഇപ്പോൾ അതൊന്നും ആരും നോക്കാറില്ല. ഈ കാലത്ത് അത് ആരാ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് മാഷ്. വേറെ ആരും ചിന്തിച്ചില്ലെങ്കിലും ആതിരയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് കമല പറയുമ്പോൾ മാഷ് പറയുന്നു അവളങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോട്ടെ, മറ്റാർക്കും ഉപദ്രവം ഇല്ലല്ലോ. വീണ്ടും കമല പറയുന്നു മാഷ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? പ്രസവിക്കാത്തവൾ എന്ന് അവള് പറഞ്ഞതേ നമ്മുടെ അച്ചുമോളെയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. മീരയ്ക്ക് അറിയാമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. കാരണം ആതിര അന്നേ ചോദിച്ചപ്പോൾ തന്നെ മീരയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമല കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ചുമോള് അവളുടെ കുഞ്ഞിനെ എടുത്താൽ അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് അവളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മുമ്പ് ഇതേ ചോദ്യം അവൾ എന്നോട് ചോദിച്ചതാ. അത് പക്ഷേ അച്ചുവിനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. ഇന്ന് അവൾ ഇത് ഇങ്ങോട്ട് പറഞ്ഞു. മുൻപ് വിളിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ഞാൻ അന്ന് തന്നെ അനഘയെ വിളിച്ച് ചോദിച്ചു. അവളൊന്നും വിട്ടു പറയുന്നതുമില്ല എന്നും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നതെന്നും മീര പറയുന്നു. ഈശ്വര, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെയാണോ എന്തോ അവിടെ നടക്കുന്നത് എന്ന് മാഷ് പറയുമ്പോൾ അനൂപ് പറയുന്നു എന്ത് നടക്കാനാ, ആതിര കൂടെ കൂടെ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതവിടെ എല്ലാവർക്കും അറിയാം. അവളുടെ ചെകിടടിച്ച് പൊളിക്കുക വേണ്ടത് എന്നൊക്കെ അനൂപ് പറയുന്നു. അനുപേട്ട ആതിര ഒന്ന് വിളിച്ചു നോക്കിയേ, എന്നിട്ട് അവിടെ എന്താ പ്രശ്നം ഒന്ന് ചോദിക്കേ. മര്യാദയ്ക്ക് അവളുടെ കാര്യം നോക്കി അവിടെ കഴിയാൻ പറ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്നൊക്കെ മീര. ഞാൻ വിളിക്കില്ല, ഞാൻ വിളിച്ചാൽ ശരിയാവത്തില്ല. ഇമാതിരി വർത്തമാനം എന്നോട് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ ഞാൻ അവിടെ പോണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുന്നില്ല എന്ന് അനൂപ് പറയുന്നു. ഞാൻ വിളിക്കാമെന്ന് മാഷ്. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിയേക്കാൻ ഞാൻ അവളോട് പറഞ്ഞേക്കാം എന്ന് മാഷ് പറയുകയും ആതിരെ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾക്കറിയാം അമ്മ ഇത് നമ്മളോട് പറയുമെന്നും ഇതും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അവളെ വിളിക്കുമെന്നും. അതാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. മാഷ് ഒന്ന് അച്ചുമോളെ വിളിച്ചേ. ഇത് മനസ്സിൽ വെച്ച് ആതിര അച്ചുമോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അവളോട് ചോദിക്കേ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ സങ്കടത്തോടെ കമല മാഷിനോട് പറയുമ്പോൾ മീര പറയുന്നു ആതിരയുടെ സ്വഭാവം വെച്ച് അവൾ മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞാൻ അച്ചുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് മാഷ്. അങ്ങനെ അർച്ചനെ വിളിക്കുകയാണ് മാഷ്. ടെൻഷനോടെ അർച്ചന ഫോൺ എടുത്തു. കിടന്ന മോളേന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇല്ലച്ചാ, എന്താ ഈ രാത്രിയിൽ എന്ന് അർച്ചന. അവിടെ നീയും ആതിരയും തമ്മിൽ എന്തെങ്കിലും വഴക്കായോ എന്ന് മാഷ് ചോദിക്കുന്നു. മറ്റൊന്നും കൊണ്ട് ചോദിച്ചതല്ല, ആതിരയുടെ വർത്തമാനത്തിൽ കമലയ്ക്കും മീരയ്ക്കും ഒരു സംശയം തോന്നിയെന്ന് മാഷ് പറയുന്നു. അവളെ വിളിച്ചിട്ട് എടുത്തില്ല, അതാണ് മോളെ വിളിച്ചതെന്ന് മാഷ് പറയുന്നു. ഇവർക്കിത് വെറുതെ തോന്നിയതാണെങ്കിൽ അത് മനസ്സിലിട്ടോണ്ടിരിക്കേണ്ട എന്ന് കരുതിയിട്ടാ മോളെ വിളിച്ചതെന്നും മാഷ്. ഞാനും ആതിരയും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലച്ചാ, ഞങ്ങളെ പഴയതുപോലെ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്നൊക്കെ അർച്ചന. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സബ് ജയിലാണ്. ധനുഷിനെ കാണാൻ ചെന്നിരിക്കുകയാണ് സച്ചിയും അർച്ചനയും സന്ധ്യയും. ധനുഷ് ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് വന്നു. ആരൊക്കെയായി വന്നിരിക്കുന്നത്? കാണാൻ ഗസ്റ്റ് ഉണ്ടെന്ന് പോലീസേമാന്മാര് പറഞ്ഞപ്പോൾ അത് ഈ VIP ഗസ്റ്റുകളാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നിറങ്ങിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു, ഒന്ന് മുഖാമുഖം കാണാനേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു നീ അങ്ങനെ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി നീ അങ്ങോട്ട് എഴുന്നള്ളുകയും വേണ്ടെന്നും പറയുന്നു. അതുപോരല്ലോ സച്ചി സാറേ, ഇത്രയും അംഗങ്ങൾ മാത്രമല്ലല്ലോ ആ വീട്ടിലുള്ളത്. എനിക്കും എന്നെയും മറക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയും ഇല്ലേ ആ വീട്ടില്? അവൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടുമെന്ന് ധനുഷ്. അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിന്നെ ഇനി നെല്ലിശ്ശേരിയിൽ കാണരുത് എന്ന് പറയാനായിട്ട്. മുൻപ് പറഞ്ഞ പെൺകുട്ടിക്ക് ഉൾപ്പെടെ അവിടെ ഇനി നിന്നെ ആർക്കും കാണണ്ട. അതുകൊണ്ട് വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നീ അങ്ങോട്ട് വരണ്ടെന്ന് അർച്ചന പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ധനുഷ് പറയുന്നു ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രശ്നം മൊത്തം അർച്ചന മേഡം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയല്ലേ, അതിന് ഒരവസാനം നമുക്ക് കാണണ്ടേ? അല്ല, നിങ്ങൾ എന്ത് കരുതി കല്യാണം മുടങ്ങി എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ക്ലൈമാക്സ് ആണെന്നോ? അത് വെറും ആന്റി ക്ലൈമാക്സ് അല്ലേ? ശരിക്കുമുള്ള കാര്യങ്ങൾ ഇനിയല്ലേ നടക്കാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട്. സച്ചി സാറേ, അതൊരു സുഖമില്ലാത്ത വിളിയാണ്.
ഡാ സച്ചി, നിനക്ക് ഈശ്വരൻ ആയുസ് നീട്ടി തന്നോണ്ടാ നീ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഈശ്വരന്റെ പേരാടാ ധനുഷ്. അതെങ്ങനെ ശരിയാവും? അതിന് നിന്റെ പേര് ധനുഷ് എന്നല്ലല്ലോ, ഷാഹിർ മുഹമ്മദ് എന്നല്ലേ എന്നെ അർച്ചന പറയുന്നു. സർട്ടിഫിക്കറ്റിൽ നീ ആ പേര് സ്വയം മാറ്റിവെച്ചു എന്ന് കരുതി നീ എങ്ങനെയാ അതല്ലാണ്ടാവുന്നത്? ഇതിനകത്ത് കിടന്ന് നീ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പുറത്തു വരുമ്പോൾ വീണ്ടും സ്നേഹയെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിയമത്തിന് വിട്ട് കൊടുക്കില്ല. നിന്നെ ശിക്ഷ ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്നും അർച്ചന പറയുന്നു. ഞാൻ സ്നേഹയെ ചതിച്ചെന്നോ? എന്തൊക്കെയാ അർച്ചന ഈ പറയുന്നത്? തീവ്രാനുരാഗത്തിന്റെ എക്സ്ട്രീമിലാണ് ഞങ്ങളിപ്പോ. അതും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ വന്ന ഈ ഡോക്ടർ കൊച്ചിനെ മനസ്സിലാകുന്നുണ്ട്. പേര് കേട്ട വലിയ കുടുംബത്തിലെ ഡോക്ടർ അബ്ദുൽ ഖാദറും അനാഥാലയത്തിലെ ചുവരുകൾക്കുള്ളിൽ വളർന്ന് വളർന്ന് വലുതായ സന്ധ്യയും ചേർന്ന് അത്രയ്ക്ക് വിപ്ലവകരമായ പ്രേമമല്ലായിരുന്നോ? എനിക്കറിയാം ഡോക്ടർ അബ്ദുൽ ഖാദറിനെ. ഒരു തവണയും ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ, ഒരു ഒറ്റ തവണ. അവന്റെ മരണസമയത്തെന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സന്ധ്യ. നേരിട്ട് കാണുമ്പോൾ ഞാനും അവനും വണ്ടിയിലായിരുന്നു. ഞാൻ ഇടിച്ച വണ്ടിയിലും അവൻ ഇടികൊണ്ട വണ്ടിയിലും എന്നും പറയുന്നു. ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് സന്ധ്യ. അർച്ചനയും സച്ചിയും ഞെട്ടി നിൽക്കുന്നു. ഞാൻ തന്നെയാണ് അബ്ദുൽ ഖാദറിനെ കൊന്നത് എന്നും കൂടി പറയുമ്പോൾ ആകെ എല്ലാവരും ഒരു ഷോക്കായതുപോലെ നിൽക്കുന്നു. ആദ്യമായിട്ടായിരിക്കും അല്ലാതെ ജയിലിൽ കിടന്ന് ഒരാൾ കൊലപാതക കുറ്റം ഏറ്റു പറയുന്നത്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ധനുഷിന്റെ ജീവിത പുസ്തകത്തിലുണ്ട്. അതിലെ ഓരോ പേജും നിങ്ങളെ ഞെട്ടിക്കുന്നതാണ്. ഇതുപോലെ തെളിവില്ലാത്ത പല പല കേസുകളും പല പല പോലീസ് സ്റ്റേഷനിലും ഷാഹിർ മുഹമ്മദിന്റെ കുറ്റപത്രത്തിലുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് തെളിവൊന്നുമില്ല. പിന്നെ പറഞ്ഞത് എന്നെ ഇതുപോലെ അകത്താക്കുമ്പോൾ മിനിമം ആ കേസിലെങ്കിലും ഇനി അകത്താക്കണം, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റി അച്ഛനെയും അമ്മയും വാടകയ്ക്ക് എടുത്തോ ഇങ്ങനെയുള്ള ജാമ്യത്തിന്റെ പരിരക്ഷയുള്ള ചീള കേസുകളിൽ റിമാൻഡ് കാലാവധി പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കരുത്. ഇതിനകത്തേക്ക് വരുന്നെങ്കിൽ മിനിമം ഒരു ജീവപര്യന്തം അല്ലെങ്കിൽ തൂക്കുകയറ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് വരൂ. ഊണ് കഴിക്കാൻ വന്നവർക്ക് ബിരിയാണി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ 3 പേരുടെയും മുഖത്ത്. ഞാൻ ഒരുത്തനെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരികെ എന്തെങ്കിലും പറയാൻ ഇനി നാവ് പൊന്താതെയായി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെതായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലേക്ക് വരരുത്. പ്രത്യേകിച്ച് അർച്ചന. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചിത്രപ്പണികളൊന്നും ചെയ്യാത്ത ഈ തൂവെള്ള സാരി വാങ്ങിച്ചു വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം. സന്ധ്യയോട് ചോദിച്ചാൽ പറഞ്ഞു തരും അകാലത്തിൽ ഭർത്താവ് പിരിഞ്ഞു പോയ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന്. ഇത്രയും പറയുമ്പോൾ നീ മതിയാക്കെന്ന് പറഞ്ഞ് സച്ചി ആ സെല്ലിൽ ഇങ്ങനെ ഒരൊറ്റ അടി. എന്റെയും നിന്റെയും ഇടയ്ക്ക് ഒരു കമ്പി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നീ ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വെള്ള പുതപ്പിച്ചേനെ. നീ പുറത്തേക്ക് ഇറങ്ങ്. അബ്ദുൽ ഖാദർ കൊലപാതക കേസ് തെളിയിച്ച് നിന്നെ 10-12 വർഷത്തിന്റെ സുഖവാസത്തിന് അയക്കുന്നുണ്ട് ഞങ്ങള്. അതെ, ഈ സബ് ജയിലിലല്ല, അങ്ങ് സെൻട്രൽ ജയിലില് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു. അതിന് ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അഥവാ ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടാലും അതിനൊരിക്കലും കഴിയാത്ത ഒരാളുണ്ട്. ഇത്രയും നാളെ നീ രക്ഷപ്പെട്ടു പോയതുപോലെ ആയിരിക്കില്ല ഈ കേസ്. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലപാതകം നീ ഇപ്പോൾ ഏറ്റു പറഞ്ഞത് അത് നിന്റെ നാശത്തിന് തന്നെയാണ്. അത് നിനക്ക് പിന്നീട് മനസ്സിലാകും. ഞാൻ അവസാനം പറഞ്ഞ ഈ വാചകം മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. നിന്റെ മരണസമയത്ത് മരണമണിക്ക് തുല്യമായി നീ കേൾക്കാൻ പോകുന്നത് ഇതാണ്. ഏതായാലും ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങ്, അപ്പോഴല്ലേ ബാക്കി എന്നും അർച്ചന ധനുഷിനോട് പറഞ്ഞു. ഒത്തുതീർപ്പിന് വന്നവരെ എന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, ഇനിയാണ് പോരാട്ടം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, തുടങ്ങാം നമുക്ക് പോരാട്ടത്തിന്റെ 2ാം പകുതിയെന്നും ധനുഷ് അവരോട് പറയുന്നു. അത്രയും പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു. അർച്ചനയും സച്ചിയും അവിടുന്ന് പോകുമ്പോൾ സന്ധ്യ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനെ കൊന്നവനെ കാണുന്ന മാത്രയിൽ കൊല്ലണമെന്ന് വിചാരിച്ചവളാണ് ഞാൻ. ഇപ്പോ എനിക്കതിന് സാധിച്ചില്ല. ഇവൻ ഇവിടെ നിറങ്ങുന്ന അന്ന് ഇവനെ ഞാൻ തീർക്കും. ശേഷം കാണിക്കുന്നത് സ്നേഹയുടെ മുറിയിൽ. സ്നേഹ മദ്യപിക്കുകയാണ്. മദ്യം ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കുന്നു. മദ്യം കുറച്ചു കുടിച്ചു. ധനുഷിന്റെ ഓർമ്മകൾ പിന്നെയും സ്നേഹയെ വേട്ടയാടുകയാണ്. ആ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഡോറിനെ തട്ടുന്നുണ്ട്. മദ്യം മാറ്റാൻ പെട്ടെന്ന് ഒരു സമയം കിട്ടിയില്ല. അങ്ങനെ തന്നെ പോയി വാതില് തുറക്കുകയാണ്. സ്നേഹ വന്നിരിക്കുന്നത് നന്ദനാണ്. ഇതൊന്നും അറിയാതെയാണ് നന്ദൻ അവിടേക്ക് വന്നത്. നന്ദനെ കണ്ടപാടെ സ്നേഹ ഒന്ന് ഞെട്ടി. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് നന്ദൻ ചോദിക്കുകയും മുറിക്ക് അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. നിന്നെ വന്ന് ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും എപ്പോഴും ആലോചിക്കും. പറയാൻ മറ്റൊന്നും ഇല്ലാത്തോണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞ് നന്ദൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ മദ്യക്കുപ്പിയും മദ്യം ഒഴിച്ചു വെച്ചിരിക്കുന്നതും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്നേഹേ നീ
എന്നിങ്ങനെ ഒരു വല്ലാത്ത മനസ്സോടെ ഇങ്ങനെ ചോദിക്കുന്നു. അല്പം മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അതെ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം എല്ലാം മറന്ന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാനാ. ഇതില്ലാണ്ട് പറ്റില്ല. എന്നെ സ്നേഹ പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, സമാധാനത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്ത വഴിയാണോ ഇത്? പ്രശ്നം ഇപ്പോ എല്ലാവരും മറന്നു തുടങ്ങി തന്നെയാണ് എന്റെ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പേര് ധനുഷ് എന്നാണ്. എനിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്ന ധനുഷ് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നു, മോളെ നീ ഇപ്പോഴും അതോർത്ത് ജീവിക്കണോ? ആരും ഇത്രയ്ക്ക് കരഞ്ഞിട്ട് നന്ദേട്ടൻ പറഞ്ഞത് അർച്ചനയെടുത്ത് ഈ ധനുഷിനെതിരെ നിരത്തിയ കുറ്റങ്ങളല്ലേ? അതൊന്നും അവൻ ചെയ്തിട്ടില്ല നന്ദേട്ടാ. അർച്ചനയെടുത്ത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ് അതൊക്കെ. ഞാനന്ന് കാണാൻ പോയപ്പോൾ എല്ലാ സത്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. ആ പാപത്തിനെ ഇനിയും ശിക്ഷിച്ചാൽ നമ്മളാരും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ആ കുറ്റബോധം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നതെന്നും സ്നേഹ പറയുന്നു. അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാണ് എന്റെ തീരുമാനം. ധനുഷ് എനിക്ക് വേണ്ടി അവിടെ അനുഭവിക്കുന്നതിന് പകരമായി ധനുഷിന് വേണ്ടി ഞാൻ ഇവിടെ സ്വയം തീരുകയാണെന്നും ഞാൻ കുറെ ആലോചിച്ചു, പല രീതിയിൽ പലവട്ടം. ആ ആലോചനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്നേഹയ്ക്ക് ഒരിക്കലും ധനുഷില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ്. എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാമെന്ന് അന്ന് നന്ദേട്ടൻ പറഞ്ഞില്ലേ? എന്റെ ഒരാഗ്രഹം കൂടി നന്ദേട്ടൻ സാധിക്കണം. ധനുഷിനെ ഒന്ന് പുറത്തിറക്കി തരണമെന്ന് സ്നേഹ നന്ദനോട് അപേക്ഷിക്കുന്നു. എനിക്ക് അവനില്ലാതെ പറ്റില്ല നന്ദേട്ട, എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ നന്ദൻ പറയുന്നു, നമുക്ക് ഈ വിഷയം നാളെ സംസാരിക്കാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ശരിയാവത്തില്ല. നീ കിടന്നുറങ്ങ്. എനിക്ക് മനസ്സിലായി നന്ദേട്ടൻ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. ഞാൻ ഫിറ്റാണെന്ന് കരുതിയിട്ടല്ലേ? എന്നാലേ നാളെയും ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. മദ്യത്തിന്റെ അബോധാവസ്ഥയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് പറയുന്നു എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മനസ്സ് നുറങ്ങി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആർക്കും മനസ്സിലാവുന്നുമില്ല. പിന്നെ എങ്ങനെയാ എല്ലാവരും എൻ്റെ മനസ്സ് കാണുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്, മൂന്നാങ്ങളമാരുടെ കുഞ്ഞു പെങ്ങൾ എന്നോർത്ത്. അന്ന് അതോർത്ത് ഞാൻ കുറെ അഹങ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഈ നിമിഷം വരെ എന്നെ കുറ്റപ്പെടുത്താനല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതിൽ കുറച്ചെങ്കിലും എന്നോട് ദയ കാണിക്കുന്നത് നന്ദേട്ടനാണ്. അതുകൊണ്ടാണ് എൻ്റെ ആവശ്യം ഞാൻ നന്ദേട്ടനോട് പറയുന്നത്. എനിക്ക് അവനെ വേണം നന്ദേട്ട, അവനില്ലാതെ എനിക്ക് പറ്റില്ല. എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നന്ദേട്ടൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാൻ തുടങ്ങുകയാണ് നന്ദന്റെ സ്നേഹ. അവൻ ജയിലിൽ കിടക്കുന്ന ഓരോ നിമിഷവും തകരുന്നത് ഞാനാണ്. അവനില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് വേറെ ഒന്നുമില്ല. അവനെ കാണുന്നതാണ് എൻ്റെ സന്തോഷം. അവനൊപ്പം ഉള്ളതാണ് എനിക്ക് സമാധാനം. ജയിലിൽ പോയി അവനെ കണ്ടില്ലെങ്കിൽ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു. എല്ലാവരെയും പോലെ മനസ്സിൽ അവനെ ശപിച്ച് ഞാൻ കഴിഞ്ഞു കൂടിയേനെ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തിയുണ്ട്. ഈശ്വരനാണ് എനിക്കെല്ലാം ബോധ്യപ്പെടുത്തി തന്നത്. ഇനിയും അവനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ്. ഈ മദ്യത്തിന്റെയും ധനുഷിനോടുള്ള സ്നേഹവും മാത്രം മതി എനിക്കത്. കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ജാമ്യം കിട്ടുമെന്നാണ് അവൻ അന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ അതിനുവേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കാനൊന്നും ആരും ഇല്ല എന്നും പറഞ്ഞു. അവൻ അനാഥനാണ് നന്ദേട്ട, ആരുമില്ലാത്തവനാണ്. പക്ഷേ അവന് ഞാൻ ഉണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ആ ഉറപ്പ് പാലിക്കാൻ പറ്റാതെ വന്നാൽ എന്റെ ധനുഷിനെ ശിക്ഷിച്ചാൽ അവനെ തിരികെ ജയിലിലാക്കുന്നതിന് മുമ്പ് നന്ദേട്ടന്റെ സ്നേഹമോള് ആത്മഹത്യ ചെയ്യുമെന്നും പറയുന്നു. ഇത് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ പറയുന്നതല്ല, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുമെന്നും ധനുഷിന് വേണ്ടിയാകുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ലാതെ ഞാനത് ചെയ്തിരിക്കുമെന്നും സ്നേഹ ഉറപ്പിച്ച് പറയുമ്പോൾ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നന്ദൻ. സ്നേഹയെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സ്നേഹയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.